വീടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മാസ്റ്റർ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ തനതായ വാസ്തുശാസ്ത്ര വിദ്യയും ആധുനിക നിർമ്മാണ ശൈലിയും കൂട്ടിയിണക്കിയ ഒരു വീട്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയ്ക്കടുത്ത മുടവൻ മുകളിലുള്ള കുടിൽ എന്ന വീടിന്റെ വിശേഷമാണ് മാസ്റ്റർ ക്രാഫ്റ്റിൽ ഇന്ന്. വാസ്തുവിദ്യ അനുസരിച്ചിട്ട് പൂർണ്ണമായും കേരളീയ ശൈലിയിൽ അതിൻ്റെ എല്ലാ അംശങ്ങളും ഉൾപ്പെടുത്തി സിറ്റിക്കകത്ത് വളരെ കുറച്ച് സ്ഥലത്ത് പണിതിട്ടുള്ള ഒരു 4 കെട്ടാണ് ഈ വീട്. വെറും 11 സെൻറ്റാണ് ഈ സ്ഥലം. ഈ 11 സെൻറ്റിനകത്താണ് ഇങ്ങനൊരു വീട് പണിതിരിക്കുന്നത്. ഈ വീട് പുറത്തു നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു പഴയ 4 കെട്ട് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ കാണുന്ന വുഡൻ പാനലിംഗ്, അതേപോലെ അതിൻ്റെ മുകളിലുള്ള ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ്, പിന്നെ ഈ വീടിനുള്ളിൽ കടന്നു വരുമ്പോൾ തന്നെ 2 സൈഡിലും കാണുന്ന സീറ്റിംഗ് സ്പേസ്, ഇതൊക്കെയാണ് ഇതിനൊരു പഴയ വീടിൻ്റെ ഒരു ടച്ച് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ വീടിന് ചുറ്റും വലിയ വെറാന്തയുണ്ട്, അതിൽ വലിയ തൂണുകളുണ്ട്. സോ ഈ ഒരു വുഡൻ പാനലിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ഗോൾഡൻ പെയിൻ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വരാന്തയിൽ നിന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മുറ്റം കുറവാണെങ്കിലും ഈ വീടിനെ ഒരു റെക്റ്റാങ്കിളിനകത്ത്, ഇപ്പോൾ ഈ വീടിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കിളാണ്, സ്ക്വയർ അല്ല. ആ റെക്റ്റാങ്കിളിനകത്ത് നമ്മുടെ ശാസ്ത്രവിധി പ്രകാരം ഒരളവ് കൊടുത്ത് അതിനെ ഒരു റെക്റ്റാങ്കിൾ ഇതിനകത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ വീടിൻ്റെ മനയെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. പാലസിന്റെ ഫീൽ നൽകുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രോയിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഈ ഒരു വുഡൻ പാനലിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വുഡൻ പാനലിംഗിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഫ്ലോറിങ്ങും അതേപോലെ സീലിങ്ങും പിന്നെ ഈ ബ്ലൈൻഡ്സ് നോക്കാനും എല്ലാം ഈ ഒരു വുഡിൻ്റെ കളർ കോമ്പിനേഷന് മാച്ച് ആകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ നമുക്ക് മുകളിലായിട്ട് മ്യൂറൽ പെയിൻറ്റിങ് കാണാം. നമ്മൾ ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആ വെളി കണ്ട സീതാസ്വയംവരം മ്യൂറൽ പെയിൻറ്റിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു റൂമിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഫേർണിച്ചേഴ്സ് ആണ്. അതായത് നമ്മൾ കൊട്ടാരത്തിലൊക്കെ കണ്ടു വന്ന പോലെ ധാരാളം കൊത്തുപണികളൊക്കെ ഉള്ള ഒരു രാജകീയത ഫീൽ ചെയ്യുന്ന ഫേർണിച്ചേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു റൂമിൻ്റെ മറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് വേറൊരു റൂമിൽ നിന്നാലും ഈ ഒരു ഏരിയ വിസിബിൾ അല്ല. അതായത് ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന ഫ്ലോർ വുഡൻ ഫ്ലോറാണ്. അതിനകത്തും ഞാൻ ഈ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ആ പാനലിങ്ങും കേരളീയ ശൈലിയിലുള്ള ആ വുഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അതിനൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ സീലിംഗ് വർക്കും ഈ ഇതുമായിട്ട് യോജിച്ച് വരത്തക്ക രീതിയിൽ അതും ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ഫർണിച്ചർ സെറ്റിംഗ് നോക്കിയാൽ മനസ്സിലാവും. ഈ ഇത്രയും കാര്യങ്ങൾ ഒരു മുഴച്ച് നിൽക്കാത്ത രീതിയിൽ ആ ഫർണിച്ചറും അത്രയും ഗൗരവത്തോടു കൂടി സെലക്ട് ചെയ്ത് ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിനുള്ളിൽ കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ വേഗം പെടുന്നൊരു കാര്യമാണ് ഈ വീട്ടിൽ ഫുള്ളി വുഡൻ പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാനലിങ്ങിൻ്റെ കോർണേഴ്സിലൊക്കെ ധാരാളം കൊത്തുപണികൾ കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നടുമുറ്റത്തിൻ്റെയും കോർണേഴ്സിലെല്ലാം ധാരാളം കൊത്തുപണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ കൊട്ടാരങ്ങളിലും അതുപോലെ പഴയ നാലുകെട്ടിലോ കണ്ട അതേ രീതി തന്നെയാണ് ഈ ഒരു ഏരിയയും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയൻ്റെ റൈറ്റ് പോർഷനിലായിട്ട് ബെഡ്റൂം, ലെഫ്റ്റ് പോർഷനിലായിട്ട് കിച്ചൺ, അതേപോലെ തന്നെ ഡൈനിങ് ഏരിയ എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നടുമുറ്റത്തിനെ കേന്ദ്രീകരിച്ചിട്ടാണ് മറ്റു റൂംസ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു അങ്കണം ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, സ്ഥലപരിമിതി കാരണം വലിയ വിശാലമായിട്ടുള്ള ഒരു അങ്കണം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഉള്ളതിന് അതിമനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 4 തൂണുകൾ, ആ തൂണുകൾ തന്നെ നമുക്ക് ആ കൊത്തുപണികളോടുകൂടി ആ തൂണുകളുടെ ആ ഒരു ഭംഗിയും അതോടൊപ്പം അതിനകത്തൊരു തുളസിത്തറ ഒറ്റ കരിങ്കൽ പീസും കൊണ്ട് നമ്മൾ തമിഴ്നാട്ടിലെ മയിലാടിയിൽ നിന്ന് കൊത്തുപണി ചെയ്ത് എടുത്ത ഒരു തുളസിത്തറയും അതിനെ പിന്നെ അലങ്കരിച്ചിട്ടുള്ള മറ്റ് ചുറ്റുപാടുകളും ആ കൊത്തുപണിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ നടുമുറ്റം കഴിഞ്ഞാൽ ആ നടുമുറ്റത്തിൻ്റെ ഒരു വശത്ത് പിന്നെ ഡൈനിങ് ഹാൾ, ആ ഡൈനിങ് ഹാളും അതിനോടനുബന്ധിച്ച് തന്നെ കണക്കുകൾ കൊടുത്ത് ചെയ്തിട്ടുണ്ട്.
ഡൈനിങ്ങിൻ്റെ ഇടതുവശത്തായിട്ട് നമ്മൾ നോക്കിയാൽ കാണുന്നത് കിച്ചണാണ്. ആ കിച്ചൺ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കേരളീയ ശൈലിയും പഴമയും ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും അതിമനോഹരമായിട്ട് പിന്നെ നമ്മൾ ആധുനിക സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു അടുക്കളയാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്.